ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റർഡ് പൗഡറാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ്. 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, മിൽക്ക് പൗഡർ. പിന്നെ 1 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ടർമറിക് വേണം, മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് വാനില എസൻസുമാണ് വേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് പൗഡേർഡാക്കി എടുത്തുകൊണ്ട് വരാം. നമ്മൾ ഷുഗർ പൗഡേർഡാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ടർമറിക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ്, ഫുഡ് കളർ ചേർക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. ഇനി നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്യണം. ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പൗഡേർഡാക്കി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ കസ്റ്റർഡ് പൗഡേർഡാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സർവിങ് ബൗളിലേക്ക് ഇടാം. നമ്മുടെ കസ്റ്റർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു 3 മിനിറ്റ് മതി ഇതുണ്ടാക്കി എടുക്കാനായിട്ട്. ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രൂട്ട് സലാഡ് എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാൽപ്പൊടി, 1 കപ്പ് കോൺഫ്ലവർ, ഒരു പിഞ്ച് ടർമറിക് അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ വാനില എസൻസ്. അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഒഴിക്കാം. ഇത്രയും സാധനം മതി നമുക്ക് കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കാനായിട്ട്. ഇത് ഉണ്ടാക്കി ഒരു ബൗളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും താങ്ക് യു.